കരം കൂപ്പി പിടിച്ച് എന്നിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് നമ്മുടെ പ്രത്യാശ ആരിലാണ്? നമ്മുടെ പ്രത്യാശ സർവശക്തനിലാണ്. നിനക്കെതിരെ പല ശത്രുക്കളും വരും, നിന്നെ ഭാരപ്പെടുത്തുന്ന പലതും വരും, നിന്റെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാൻ പലതും വരും, നിന്റെ സമാധാനം കളയാൻ പലരും വരും. എന്നാൽ എന്റെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിലാണ്. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്നിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 മക്കബായർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നാം പ്രത്യാശ. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി ദൈവജനത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തുറന്ന് വലതുകരമുയർത്തി ഏറ്റു പറയുന്നു. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 17-ാം തിരുവചനം. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണിത്. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നെ ഉപദ്രവിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ, ആശയങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ച് നിന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികൾ, അവരുടെ ആയുധങ്ങൾ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച ചില തെറ്റായ തീരുമാനം, ചില ദുശീലം, ചില പാപ വഴി, ഇന്ന് നിന്റെ ശത്രുക്കള് അത് തോണ്ടിയെടുത്തോണ്ട് വന്ന് നിന്നെ ചിലപ്പോൾ ഭാരപ്പെടുത്താം, നിന്നെ വീണ്ടും കഷ്ടതയിലേക്ക് നയിക്കാം. നീ ഇങ്ങനത്തെ ഒരാളല്ലേ എന്ന് പറഞ്ഞ് നിന്നെ വീണ്ടും ജീവിതത്തിൽ അസ്വസ്ഥതയിലേക്ക് നയിക്കാം. ഒരുപക്ഷെ നിന്നെ വീണ്ടും പാപത്തിലേക്ക് നയിക്കാം. നീ വിശ്വസിക്കണം, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിൽ കാണണം, ഒരുപക്ഷെ നിന്റെ ഇടവക അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കൂട്ടായ്മ, നീ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്ത് നിനക്കെതിരെ കുറ്റം ആരോപണങ്ങളൊക്കെയായി ഒത്തിരി പേര് നിരന്നു നിൽക്കും. അവര് ചിലപ്പോൾ 10 വർഷം മുമ്പുള്ള, 5 വർഷം മുമ്പുള്ള, 2 വർഷം മുമ്പുള്ള ഇന്നലകളിൽ ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തോണ്ട് വന്ന് നീ ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് പറഞ്ഞ് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ അവര് പല കാര്യങ്ങളും കൊണ്ടുവരും. എന്നാൽ വചനം പറയുന്നു, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. യെസ്, ഇത് സംഭവിക്കട്ടെ. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തി പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ ദൈവ മക്കളിലും സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായ കൃപ സംഭവിക്കപ്പെടട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലൂക്കാസ് വിശേഷം 21-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് നൽകും. കരങ്ങൾ കൂപ്പിക്കെ കണ്ണടച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ നിയോഗം നീ ഓർക്കണം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലോ നീ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലോ നിനക്ക് അവരോട് എതിർത്ത് നിൽക്കാനുള്ള സംസാര പാഠവും ഉണ്ടായിരിക്കണമെന്നില്ല. കാര്യകാരണമൊക്കെ നിരത്തി നിന്നെ അവര് ഒന്നുമില്ലാത്ത ഒരാളാക്കി മാറ്റിക്കളയും. ഒരുപക്ഷെ അവര് കുറെ പേരുണ്ടാവും, അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്റെ മേൽ ബഹളമുണ്ടാക്കി നിന്നെ പീഡിപ്പിക്കും. നിനക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക്
ജ്ഞാനത്തോടുകൂടി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. എന്നാൽ ഇതാ ഈ പരിശുദ്ധ അൾത്താര നിന്നോട് പറയുന്നു, നിനക്കതിനുള്ള ജ്ഞാനം ഇതാ ലഭിക്കുകയാണ്, നിനക്കതിനുള്ള വാക്ചാതുര്യം നിനക്ക് ലഭിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ ഇന്നലകളിലെ ചില അനുഭവങ്ങൾ അവർ കൊണ്ടുവരുമ്പോൾ നിനക്ക് അവയെ എതിർത്ത് തോൽപ്പിക്കാൻ നിനക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ നിനക്കതിനുള്ള കൃപ ഈ പരിശുദ്ധ അൾത്താര ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നൽകുകയാണ്. നീ വിശ്വസിക്കണം. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി എന്നിൽ സംഭവിക്കട്ടെ. ലൂക്കാസ് വിശേഷം 21-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് നൽകും. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായ ജ്ഞാനം നിറയപ്പെടട്ടെ, അത്ഭുതകരമായ ശക്തി നിറയപ്പെടട്ടെ, അത്ഭുതകരമായ കൃപ നിറയപ്പെടട്ടെ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുക. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ? മകളോ മകനോ അല്ലെ ജീവിത പങ്കാളിയോ നിന്റെ പ്രിയപ്പെട്ട ആരെങ്കിലേക്കോ ചില തർക്കങ്ങളും വഴക്കുകളുമായിട്ട് വരുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ നിനക്ക് ഭാരപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. സത്യം ഇതെല്ലാം എന്നറിയാം, പക്ഷെ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? ഇതാ കർത്താവ് നിനക്ക് ജ്ഞാനം നൽകട്ടെ, ജ്ഞാനം നൽകട്ടെ. ദൈവശക്തി നിന്റെ മേൽ നിറയട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സക്കറിയായുടെ പ്രവചനം 9-ാം അധ്യായം 9-ാം തിരുവചനം, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. വിശ്വസിക്കണം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളുടെ വീട് അതിനെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? ഇതാ വചനം പറയുന്നു, എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണ് ഉണ്ട്. നിന്റെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളുടെ മേലുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ചില കുടുംബത്തില് മക്കളെ കുറിച്ച് അപ്പന്റെ അമ്മയുടെ സങ്കടം, എന്റെ മകനെ എന്റെ മകളെ വഴിതെറ്റിക്കുന്ന ചില കൂട്ടുകാരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് പറയാണ്, എന്റെ കണ്ണ് അവരുടെ മേലുണ്ടെന്ന്. തെറ്റായ വഴിയിലേക്ക് നിങ്ങളുടെ മകളെയോ മകനെയോ നയിക്കുന്ന, ജീവിത പങ്കാളിയോ സഹോദരങ്ങളെ നയിക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധം, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരു ബന്ധം സമർപ്പിക്കൂ. പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സക്കറിയ പ്രവചനം 9:9 സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന കർത്താവ് ഉത്തരം നൽകുകയാണ്. ആ ഭാര്യ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ഭർത്താവിനുള്ള ഈ തെറ്റായ ബന്ധം, ആ ഭർത്താവിനുള്ള തെറ്റായ ബന്ധം കർത്താവേ അങ്ങ് എടുത്തു മാറ്റണേ. വിശ്വസിച്ചോ, കർത്താവ് അതിൽ ആ വിഷയത്തിൽ ഇടപെടും. ഭർത്താവിനോട് വഴക്കടിക്കാൻ പോയിട്ട് കാര്യമില്ല. ഭാര്യയ്ക്ക് വലിയ സങ്കടമാണ്. ആ ഭാര്യയോട് കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ടെന്ന്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി എന്റെ കുടുംബത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ ബന്ധങ്ങളിൽ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 59:11, ഞങ്ങളുടെ പരിചയായ കർത്താവെ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. ഉച്ചത്തിൽ പറഞ്ഞേ, ഞങ്ങളുടെ പരിചയായ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ, ക്ഷയിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവിന്റെ മുമ്പിൽ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഞങ്ങളുടെ പരിചയായ കർത്താവേ, പരിചയായ കർത്താവേ, പരിചയായ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ശത്രുവിനെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് എന്റെ ദൈവജനമേ, യേശുവേന്ന് വിളിക്കുമ്പോ നിന്റെ വിളിയിൽ സ്വർഗം തുറക്കും. നിനക്ക് വേണ്ടി സ്വർഗദൂതന്മാർ പടവെട്ടാൻ ഇറങ്ങും. നിന്റെ കുടുംബത്തിന്റെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ
കർത്താവെ നിർവീര്യമാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ, അതിൽ അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ ആരാധന കർത്താവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, ആമേൻ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ആമേൻ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സംഭവിക്കട്ടെ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കും. ശക്തി സംഭവിക്കട്ടെ. യേശുവിൻ നാമം വിടുതലാണ്, യേശുവിൻ നാമം രക്ഷയാണ്, യേശുവിൻ നാമം ശക്തിയാണ്. യേശു എന്നെ വീണ്ടെടുത്തു. യേശുനാമം വിടുതലാണ്, യേശുവിൻ നാമം രക്ഷയാണ്, യേശുവിൻ നാമം ശക്തിയാണ്. യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാണ്, യേശുവിൻ നാമം രക്ഷയാണ്, യേശുവിൻ നാമം ശക്തിയാണ്. യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാണ്, യേശുവിൻ നാമം രക്ഷയാണ്, യേശുവിൻ നാമം ശക്തിയാണ്. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ.
ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും കർത്താവ് ചൊരിയുന്ന അഭിഷേക ആശീർവാദമാണ്. സ്വീകരിക്കുക, വിശ്വസിക്കുക. നമ്മുടെ പ്രത്യാശ സർവശക്തനായ ദൈവത്തിലാണ്. ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യത്തിന്